ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് റെഗുലേഷൻസിലത്തെ ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഷെയറിൻ്റെ മീനിങ്ങും അതുപോലെ ഷെയർ ക്യാപിറ്റലിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റലാണ്. ഷെയർസ് എത്ര തരത്തിലുള്ള ഷെയർസ് ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏതായിരുന്നു? ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആയിരുന്നു. ഒരു കമ്പനി എത്ര എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ആ എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ് നമ്മൾ ചെയ്തത്? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ പഠിച്ചു. ഇഷ്യൂഡ് ക്യാപിറ്റൽ പഠിച്ചു. അത് എന്താണ് നമ്മൾ മീനിങ് പഠിച്ച എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തത്. നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഫുള്ളും നമ്മൾ എന്ത് ചെയ്യില്ല, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യില്ല. അതിന് കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ ഇഷ്യൂ ചെയ്യുള്ളൂ. അതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. തേർഡ് പഠിച്ചത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റലിൽ എത്ര എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് പബ്ലിക് അപ്ലിക്കേഷൻ വെച്ചത്. ദെൻ അടുത്തത് കോൾഡ് അപ്പ് ആണ്. എത്ര എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റലാണ് നമുക്ക് നമ്മുടെ കമ്പനി വിളിച്ചത്, എത്ര എമൗണ്ട് ആണ് ഷെയർ ഹോൾഡേഴ്സ് പെയ്ഡ് ചെയ്ത് അതിനെ വിളിക്കുന്ന പേരാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ആൻഡ് അടുത്തത് റിസർവ് ക്യാപിറ്റലാണ്. റിസർവ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ കുറച്ച് ഭാഗം വൈൻഡിങ് അപ്പ് സമയത്ത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് റിസർവ് ക്യാപിറ്റൽ. അപ്പം ഇങ്ങനെ ഇത്രയ്ക്ക് ടൈപ്സ് ഓഫ് ക്യാപിറ്റലുകളാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കൈൻഡ്സ് ഓഫ് ക്യാപിറ്റൽ ആണ്. തെറ്റിക്കരുത്, ഇന്നലെ പഠിച്ചത് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ ആയിരുന്നു. ഇനി നമ്മൾ അല്ലെങ്കിൽ ക്ലാസസ് ഓഫ് ക്യാപിറ്റൽ ആയിരുന്നു നമ്മൾ പഠിക്കാൻ പോകുന്നത് കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആണ്. The share capital of a company limited by shares shall be two kinds, namely ഒരു ലിമിറ്റഡ് കമ്പനി, ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ നമുക്ക് മെയിനായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അതുപോലെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഉണ്ട്. അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അണ്ടറിൽ തന്നെ സബ് ക്ലാസിഫിക്കേഷൻ വരുന്നു. വിത്ത് വോട്ടിംഗ് റൈറ്റും വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ് ആസ് ടു ഡിവിഡൻഡ് ഓർ അതർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രിസ്ക്രൈബ്ഡ് റൂൾ. അതായത് ഒന്നല്ലെങ്കിൽ വിത്ത് വോട്ടിംഗ് റൈറ്റ്, നമുക്ക് വോട്ടിംഗ് റൈറ്റും കൂടി കിട്ടുന്ന തരത്തിലുള്ള ഷെയർ ക്യാപിറ്റൽ ആവാം, അല്ലെങ്കിൽ വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ് ആസ് ടു ഡിവിഡൻഡ് വോട്ടിംഗ് ഓർ അതർവൈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രിസ്ക്രൈബ്ഡ് റൂൾ. ഡിഫറൻഷ്യൽ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഡിഫറൻഷ്യൽ റൈറ്റ് എന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. തൽക്കാലം ഇത്രയ്ക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തത് വോട്ടിംഗ് റൈറ്റും മാത്രമുള്ളത്. രണ്ടാമത്തത് ഡിഫറൻഷ്യൽ റൈറ്റുകളുണ്ട്, ഡിവിഡൻഡ് ഉണ്ട്, വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് നിയമപ്രകാരം വേറെ ഏതെങ്കിലും റൈറ്റ് കിട്ടണമെങ്കിൽ അതും കിട്ടുന്ന ടൈപ്പ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. സെക്കൻഡ് വൺ ഈസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അത് നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പം ഇങ്ങനെ മെയിനായിട്ടും രണ്ട് കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റലാണുള്ളത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അതുപോലെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും. ഓക്കെ, അതിൽ നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മൾ അറിയുന്ന സംഭവങ്ങൾ തന്നെയാണ്, പക്ഷെ അത് തിയറി ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റണം. അപ്പോൾ അതെന്താണ് നമുക്ക് മീനിങ് പഠിക്കാം. ഇക്വിറ്റി ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ നോട്ട് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയറുകളല്ലാത്ത എല്ലാ ഷെയറുകളെയും വിളിക്കുന്ന പേരാണ് ഇക്വിറ്റി ഷെയർ എന്ന് വിളിക്കുന്നത്. It means that equity shares have no preference as to payment of dividend or as to repayment of capital at the time of winding up of the company. അതായത് ഇക്വിറ്റി ഷെയർസിന് എന്തില്ല, ഒരു പ്രിഫറൻസും ഇല്ല. പ്രിഫറൻസ് എന്ന് വെച്ചാൽ പരിഗണന. എന്തിനൊക്കെ? ഡിവിഡൻഡ് കൊടുക്കാനും അതുപോലെ വൈൻഡിങ് അപ്പ് സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ക്യാഷ് തിരിച്ചു കൊടുക്കാനും യാതൊരു പരിഗണന അല്ലെങ്കിൽ മുൻഗണനയും കിട്ടില്ല. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്, ദ ഷെയർ ഹോൾഡേഴ്സ് ഹാവ് നോ പ്രിഫറൻസ്. ഒരു പ്രിഫറൻസ് അവർക്ക് കിട്ടുന്നില്ല. ഏതിലൊക്കെ? ആസ് ടു പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് പേയ്മെൻറ്റിലും അതുപോലെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിലും. കമ്പനി അടച്ചുപൂട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? എല്ലാ അസറ്റുകളൊക്കെ വിറ്റിട്ട് നമ്മൾ ആരിൽ നിന്നൊക്കെ ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ അത് തിരിച്ചു കൊടുക്കണം. അങ്ങനെ തിരിച്ചു കൊടുക്കുന്ന ആ ടൈമിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് യാതൊരു പ്രിഫറൻസും കിട്ടണില്ല. ഓക്കെ, ആസ് ടു പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് ആസ് ടു റീപേയ്മെൻറ്റ് of capital at the time of winding up of the company. They do not carry fixed dividend. അതുപോലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് ആയിട്ടൊരു ഡിവിഡൻഡ് റേറ്റ് ഒന്നുമില്ല. പ്രിഫറൻസിലും അതുപോലെ ഡിബഞ്ചറിനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്ര കൃത്യമായിട്ട് ഇത്ര പെർസെൻറ്റേജ് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് എന്ന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും.
പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ ഒരു പ്രിഫറൻസ് ഒന്നുമില്ല. അവർക്കൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇല്ല. ഇക്വിറ്റി ഡിവിഡൻഡ് ഈസ് നോട്ട് മാൻഡേറ്ററി. അതുപോലെ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്ന യാതൊരു നിർബന്ധവുമില്ല. ലീഗൽ പ്രകാരം കമ്പൽസറി അല്ല ഇക്വിറ്റി ഡിവിഡൻഡ് പേയ്മെന്റ് എന്ന് പറയുന്നത്. കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി അവൈലബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഡിസ്ക്രിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു കമ്പനിയുടെ കമ്പനിയിൽ അവരുണ്ടാക്കിയ പ്രോഫിറ്റിനനുസരിച്ചിട്ടും അതുപോലെ ഡിസ്ക്രിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതായത് ഇപ്പോൾ ഒരു കമ്പനി ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രം ഡിവിഡൻഡ് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതേസമയം അതുപോലെ തന്നെ ഒരു കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് വിചാരിച്ചിട്ട് അത് മുഴുവനും എന്ത് കൊടുക്കണമെന്നില്ല, ഈ ഡിവിഡൻഡായിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണമെന്നില്ല. എത്ര കൊടുക്കേണ്ട എന്ന് ആർക്ക് തീരുമാനിക്കാം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തീരുമാനിക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി അവൈലബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഡിസ്ക്രിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ തീരുമാനം അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ കോൾഡ് റെസിഡുവൽ ക്ലെയിമൻസ്. അതുകൊണ്ട് തന്നെ എന്താണ് റെസിഡുവൽ ക്ലെയിമൻസ് എന്നാണ് വിളിക്കുക. കാരണം എല്ലാ ആൾക്കാർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ ഡിബഞ്ചറിനുള്ള ഇൻട്രസ്റ്റും പ്രിഫറൻസ് ഷെയറിനുള്ള ഡിവിഡൻഡും കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആർക്ക് കൊടുക്കുള്ളൂ? ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ വിളിക്കുന്ന പേരാണ് റെസിഡുവൽ ക്ലെയിമൻസ്. ദേ ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്ന് വിളിക്കുന്നത് ആരാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കാണ് ഇക്വിറ്റി ഷെയറിനെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. അവർക്ക് യാതൊരു പ്രിഫറൻസും ഇല്ല. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കേണ്ട ആൾക്കാരാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അത് ഇതിലെ ഡിവിഡൻഡിലായാലും ശരി, അതുപോലെ റീപേയ്മെന്റ് ഓഫ് ക്യാഷ് ആയാലും ക്യാപിറ്റൽ ആയാലും ശരി, എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണ്ടോ. അവർക്കൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇല്ല. അതുപോലെ ഡിവിഡൻഡ് പേയ്മെന്റ് മാൻഡേറ്ററിയും അല്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലെ ഫീച്ചേഴ്സ് ആണ് പറയാൻ പോണത്. ദേ ആർ പെർമനന്റ് ഇൻ നേച്ചർ. ദേ ആർ നോട്ട് റീപേഡ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ ബിസിനസ്. അതായത് ഒരു തവണ നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു പെർമനന്റ് ലൈബിലിറ്റി ആണ്. അതായത് നമ്മളപ്പോൾ തിരിച്ചു കൊടുക്കേണ്ട എന്നാണോ ആ കമ്പനി അടച്ചു പൂട്ടണത് അപ്പോൾ നമുക്ക് തിരിച്ചു കൊടുത്താൽ മതി. ഇടയിലൊന്നും ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ ആയാലും അതുപോലെ ഡിബഞ്ചർ ആയാലും അതിനൊക്കെ റിഡംഷൻ പീരീഡ് ഉണ്ടാവും. നമ്മൾ തിരിച്ചു കൊടുക്കും. ഇത്രയും നാൾ കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കണം എന്നൊരു കമ്പൽഷൻ ഉണ്ട്. ആ ഒരു കമ്പൽഷൻ ഏതിനില്ല? ഇക്വിറ്റി ഷെയറിനില്ല. നമ്മൾ എന്നാണോ ആ കമ്പനിയുടെ ബിസിനസ് അവസാനിപ്പിച്ചിട്ട് ആ കമ്പനി അടച്ചു പൂട്ടുന്നത് അന്ന് മാത്രം എന്ത് കൊടുത്താൽ മതി? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മേടിച്ച ക്യാഷ് തിരിച്ചു കൊടുത്താൽ മതി. ദേ ആർ നോട്ട് റീപേഡ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദി ബിസിനസ്. They are repaid only after repaying all liabilities and preference shareholders at the time of winding up of the company. അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കുന്നത് എപ്പോഴാന്ന് പറഞ്ഞു? കമ്പനി അടച്ചു പൂട്ടുമ്പോൾ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് കൊടുക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. ബാക്കി എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് കമ്പനിക്കുള്ള എല്ലാ ലൈബിലിറ്റീസും, ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ, ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ഡിബഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മാത്രം ആർക്ക് കൊടുക്കുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കൊടുക്കുള്ളൂ. ഇക്വിറ്റി ഡിവിഡൻഡ് ഈസ് നെയ്തർ ഫിക്സഡ് നോർ മാൻഡേറ്ററി. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പക്ഷേ അത് ഫീച്ചറായിട്ട് നമ്മളൊന്ന് പഠിക്കണം. ഇക്വിറ്റി ഡിവിഡൻഡ് ഫിക്സഡ് അല്ല, അത് വാരി ചെയ്യും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി കമ്പനി. അതുപോലെ മാൻഡേറ്ററി അല്ല, നിർബന്ധമില്ല. കൊടുത്തില്ലെങ്കിലും ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവാനായിട്ട് പോണില്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പ്രൊവൈഡ് റിസ്ക് ക്യാപിറ്റൽ. ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു ക്യാപിറ്റലാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കാരണം ഡിവിഡൻഡ് കിട്ടുമോ കിട്ടില്ല എന്ന് യാതൊരു ഉറപ്പുമില്ല. ഇപ്പോൾ ഡിബഞ്ചർ ആയാലും പ്രിഫറൻസ് ഷെയർ ആയാലും ഒക്കെ അവർക്ക് ഒരു ഉറപ്പുണ്ട് എത്ര പെർസെൻറ്റേജ്. ഇപ്പോൾ ഡിബഞ്ചർ ആണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നിർബന്ധമാണ്. അത്ര ശതമാനം നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയില്ലെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വരും. പ്രിഫറൻസ് ഷെയറും ഒരുവിധമൊക്കെ ഫിക്സഡ് പെർസെൻറ്റേജ് ഡിവിഡൻഡ് പറയുന്നത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക കമ്പനികൾക്കും അതും കൊടുത്തു തീർക്കാനായിട്ട് പറ്റാറുണ്ട്. പക്ഷേ ഇക്വിറ്റി ഷെയർസിന് അങ്ങനെ പ്രത്യേകിച്ചൊരു ഫിക്സഡ് റേറ്റ് ഇല്ല താനും. അഥവാ പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും കൊടുക്കുന്നത് യാതൊരു നിർബന്ധവുമില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞോണം, അത് മാനേജ്മെൻറ്റ് ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് റിട്ടേൺ റിസ്ക് കൂടിയാൽ റിട്ടേൺ കൂടും. കാരണം എന്താണ്? എന്തോരം പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും ഡിബഞ്ചർ ആണെങ്കിലോ പ്രിഫറൻസ് ഷെയർ ആണെങ്കിലോ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് മാത്രമേ കിട്ടുള്ളൂ. അതേസമയം എൻ്റെ ഇക്വിറ്റി ഷെയർ ആണെങ്കിലും നമുക്ക് എന്തുണ്ടാവും? പ്രോഫിറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ഡിവിഡൻഡും കൂടും. അപ്പോൾ അതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ഏറ്റവും റിസ്കി ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ആൾക്കാർ. അതാണ് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പ്രൊവൈഡ് ദി റിസ്ക് ക്യാപിറ്റൽ. ദേ ഹാവ് എ വോട്ടിംഗ് റൈറ്റ്. അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും മാനേജറൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവർക്ക് അഭിപ്രായം പറയാനും അവരുടെ ഒപ്പീനിയന് ഒരു കൺസിഡറേഷനും അവർക്ക് കിട്ടും. They get a share in a higher rate of profit, capital appreciation, etc. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ ആയാലും ഡിബഞ്ചറൊക്കെ ആയാലും
കമ്പനി നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയ വർഷങ്ങളിലൊന്നും അവർക്ക് എക്സ്ട്രാ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ ഒന്നും കിട്ടില്ല. എത്രയാണ് അവർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ റേറ്റ് ഓഫ് ഡിവിഡൻഡോ ഇൻട്രസ്റ്റോ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. പക്ഷെ അതുപോലെയല്ല ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷനുള്ള എലിജിബിലിറ്റി ഉണ്ട്. എന്താ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാനിപ്പോൾ ഒരു കമ്പനിക്ക് കൊടുത്തത് 1 ലക്ഷം രൂപയായിരിക്കും. 20-30 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടുമ്പോൾ ചിലപ്പോൾ എനിക്കത് ഒരു 10 ലക്ഷം 20 ലക്ഷം ഒക്കെ ആയിട്ടാവും തിരിച്ചു കിട്ടുക. അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. നമ്മൾ ഇറക്കിയ മുതലിനേക്കാളും കൂടുതൽ കിട്ടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ക്യാപിറ്റൽ ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ കുറവ് കിട്ടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഡിബഞ്ചറോ പ്രിഫറൻസ് ഷെയറോ ഒക്കെ ആണെന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ 5 ലക്ഷം രൂപ കൊടുത്തതെന്ന് വെച്ചാൽ എനിക്ക് തിരിച്ച് എത്ര തന്നെ കിട്ടുള്ളൂ? 5 lakhs തന്നെ കിട്ടുള്ളൂ. 1 രൂപ കൂടുതലോ 1 രൂപ കുറവോ ഉണ്ടാവില്ല. അതിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാവില്ല. അതേസമയം ഞാൻ പർച്ചേസ് ചെയ്ത ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇറക്കിയതിൻ്റെ അല്ലെങ്കിൽ ഞാൻ കൊടുത്തതിൻ്റെ ഡബിളോ ട്രിപ്പിളോ ആയിട്ടാവും നമുക്ക് ചിലപ്പോൾ തിരിച്ച് കിട്ടുക. അപ്പോൾ അങ്ങനെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി ഏതിലാണുള്ളത്? ഈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണുള്ളത്. അതുപോലെ പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കിയാൽ ആ വർഷം നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കാണ് മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് നമ്മൾ നേരത്തെ മീനിങ്ങിൽ പഠിച്ച സംഭവങ്ങൾ തന്നെയാണ്, പക്ഷെ അത് പോയിന്റ് ആക്കിയിട്ട് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഫീച്ചേഴ്സ് ആയിരുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ദ കമ്പനി ഹാസ് നോ ഒബ്ലിഗേഷൻ ടു റീപേ ദ എമൗണ്ട് ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ് ടൈം. കമ്പനിക്കുള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് മെയിനായിട്ടും പറയാം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും രണ്ടും കൂടി മിക്സപ്പ് ആയിട്ടാണ്. അപ്പോൾ ആദ്യം കമ്പനിക്കുള്ള അഡ്വാൻറ്റേജ് ആണ് ദ കമ്പനി ഹാസ് നോ ഒബ്ലിഗേഷൻ ടു റീപേ ദ എമൗണ്ട് ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ് ടൈം. അതിൻ്റെ ലൈഫ് ടൈമിൽ അത് എമൗണ്ട് തിരിച്ചു കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ആർക്കില്ല, കമ്പനിക്കില്ല. Then no obligation to pay dividend even if there is sufficient profit. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇത് കിട്ടുമ്പോൾ എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് കമ്പനിക്ക് തീരുമാനിക്കാം, കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് കമ്പനിക്ക് തീരുമാനിക്കാം. ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാതിരിക്കാം. അടുത്തത് ഇറ്റ് ആക്ട് ആസ് എ കുഷൻ ഫോർ ക്രെഡിറ്റേഴ്സ് ആൻഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അതായത് ഒരു കമ്പനിയിൽ എന്തോരം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് എന്നറിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ക്രെഡിറ്റേഴ്സും അതുപോലെ ബാങ്കുകളൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്ത് തരിക. അതായത് കാരണം അത് വെച്ചിട്ടായിരിക്കും എന്തുണ്ടാവുക, അവർക്കൊരു സെക്യൂരിറ്റി ഉണ്ടാവുക. കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കമ്പനിക്ക് ലയബിലിറ്റീസ് വളരെ കുറവായിരിക്കും. കാരണം ഇത് ഒരു ഫിക്സഡ് ലയബിലിറ്റി അല്ല. ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ലയബിലിറ്റി അല്ല. എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കിയുള്ളതേ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു കമ്പനിയിലെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൂടിയാൽ അതിൻ്റെ അർത്ഥം അവിടെ ലയബിലിറ്റീസ് കുറവായിരിക്കും. അതേസമയം ഒരു കമ്പനി കുറവ് ഇക്വിറ്റി ഷെയർസും കൂടുതൽ പ്രിഫറൻസും അതുപോലെ ഡിബഞ്ചറൊക്കെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ലയബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾക്ക് ക്രെഡിറ്റ് കൊടുക്കാനായിട്ട് ബാങ്കുകാരും ക്രെഡിറ്റേഴ്സും ഒക്കെ ഒന്ന് ബാക്കിലേക്കാവും. കാരണം അവർക്ക് അവിടെ ആ കമ്പനിക്ക് ലയബിലിറ്റീസ് കൂടുതലാണ്. ആ ലയബിലിറ്റീസ് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇക്വിറ്റി ഷെയർസ് കുറവ് താനും. അപ്പോൾ അവർക്ക് അപ്പോൾ ഒരു പേടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലോൺ എടുക്കാനും അതുപോലെ അല്ലെങ്കിൽ വല്ല ക്രെഡിറ്റ്സ് പർച്ചേസിനൊക്കെ അലൗ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ കുഷൻ ഫോർ ക്രെഡിറ്റേഴ്സ് ആൻഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. കുഷൻ ഉദ്ദേശിക്കുന്നത് അവർ കംഫർട്ട് സോണിലാണ്. അവർ ഇറക്കിയ മുതൽ തിരിച്ച് കിട്ടുന്നതിൻ്റെ ഒരു ഷുവർട്ടി അവർക്ക് മനസ്സിൽ വെക്കാനായിട്ട് പറ്റും. They get a share in higher rate of profit, capital appreciation, etc. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ടെന്ന് നേരത്തെ പറഞ്ഞാൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു അഡ്വാൻറ്റേജ് കിട്ടും. അതായത് നമ്മൾ ഇറക്കിയ മുതലിനേക്കാൾ കൂടുതൽ കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. അവർക്ക് മാത്രമേ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കൊല്ലങ്ങളിൽ അവർക്ക് കൂടുതൽ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടും. ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇല്ലാത്തത് കൊണ്ട് പ്രോഫിറ്റ് കൂടിയാൽ എന്തും കൂടും, ഡിവിഡൻഡ് കൂടും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാട്ടോ. പ്രോഫിറ്റ് കുറഞ്ഞാൽ ഡിവിഡൻഡ് കുറയാനുള്ള സാധ്യതയുണ്ട്. ദേ ഹാവ് മോർ ഇൻഫ്ലുവൻസ് ഓൺ ദി മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ഓഫ് ദി കമ്പനി. അവർക്ക് കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞു വോട്ടിംഗ് റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനേജർ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അഭിപ്രായം പറയാനുള്ള റൈറ്റ് ആർക്കും മാത്രമല്ലോ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനോ ഡിബഞ്ചർ ഹോൾഡേഴ്സിനോ അങ്ങനെ ഒരു ഒപ്പീനിയൻ പറയാനുള്ള റൈറ്റ് ഇല്ല. അവരെന്താണോ തീരുമാനിക്കുന്നത് അത് ഇവർ ഒബേ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെയല്ല. അവരുടെ ഒപ്പീനിയനൊക്കെ അവിടെ വിലയുണ്ട്. അവരുടെ അഭിപ്രായം കൂടി കൺസിഡർ ചെയ്തിട്ട് അവരെന്തെങ്കിലും ഒരു ഡിസിഷൻസ് ടോപ്പ് മാനേജ്മെന്റ് എടുക്കുള്ളൂ. സോ they have more influence on the management and control of the company. They are more suitable to investors who are willing to take more risk. ഞാൻ നേരത്തെ പറഞ്ഞു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റിസ്കി ആയിട്ടുള്ള ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ആരാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. കാരണം അവർക്ക് ഇറക്കിയ മുതൽ തിരിച്ചു കിട്ടുന്ന യാതൊരു ഉറപ്പുമില്ല.
അതുപോലെ റെഗുലറായിട്ട് ഡിവിഡൻഡ് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു ഷുവർട്ടിയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് കൂടുതൽ റിസ്ക് എടുക്കുന്നത്. കൂടുതൽ റിസ്ക് എടുക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് എന്ത് കൂടും? റിട്ടേണും കൂടും. റിസ്ക് കൂടിയാൽ റിട്ടേൺ കൂടുമെന്ന് നമുക്കറിയാം. അതിങ്ങനെ റിട്ടേൺ കൂടുന്നത് ഇപ്പോൾ സപ്പോസ് നേരത്തെ പറഞ്ഞാൽ തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ കൂടുതൽ ഡിവിഡൻഡ് ക്ലെയിം ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കമ്പനിക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും രണ്ടുപേർക്കുമുള്ള അഡ്വാൻറ്റേജസ് മിക്സപ്പ് ആക്കിയിട്ട് എഴുതി പറഞ്ഞേക്കണമെന്നുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ലാഭകരമായിട്ട്, കാരണം ഫിക്സഡ് ലയബിലിറ്റി ഇല്ല, റിഗാർഡിംഗ് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റലും പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡിലും ഒരു ഫിക്സഡ് ലയബിലിറ്റി ഇല്ല, ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും റിസ്ക് കുറഞ്ഞ ഒരു സോഴ്സ് ആണ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു ഇൻവെസ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. പക്ഷെ റിട്ടേൺ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തും? ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. കാരണം മറ്റ് ഡിബഞ്ചറിനെയും പ്രിഫറൻസ് ഷെയറിനെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഏൺ ചെയ്യാൻ പറ്റുന്നത് ഈ ഇക്വിറ്റി ഷെയറിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരുന്നത്. ഇനി റൈറ്റ്സ് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഇവരുടെ റൈറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആയാൽ അയാൾക്ക് എന്തൊക്കെ റൈറ്റുകൾ കിട്ടും? They are entitled to get a dividend if declared by the company of a directors of a company. അതായത് അവർക്ക് ഡിവിഡൻഡ് ഡയറക്ടർ ബോർഡ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്തൊന്നും ഡിവിഡൻഡ് റേറ്റ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നാണോ അവർ വൈൻഡ് അപ്പ് ഡിവിഡൻഡ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതിൻ്റെ ബാക്കി എത്ര പ്രോഫിറ്റ് ഉണ്ടോ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഡിവിഡൻഡ് ആയിട്ട് അവർ ഡിക്ലെയർ ചെയ്യും. Then they are entitled to receive fully paid bonus share declared by the company. ബോണസ് ഷെയർ എന്താ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്ക് മാത്രമേ ഉള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബോണസ് ഷെയറിനുള്ള എലിജിബിലിറ്റി അവർക്കുണ്ട്. They are entitled to receive offer to subscribe further issue of capital on right basis. റൈറ്റ് ഇഷ്യൂ അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റൈറ്റ് ഇഷ്യൂ ഉള്ളപ്പോഴും അതിനുള്ള റൈറ്റ് ആർക്ക് മാത്രമല്ലോ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമല്ല, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനോ ഡിബഞ്ചർ ഹോൾഡേഴ്സിനോ നേരത്തെ പറഞ്ഞ ബോണസ് ഷെയറോ അതുപോലെ ഇപ്പോൾ പഠിച്ച റൈറ്റ് ഇഷ്യൂ ബാധകമല്ല. They are entitled to ask for a copy of memorandum and articles of association. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ഡോക്യുമെന്റ്സ് ആണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. അതിൻ്റെയൊക്കെ ഒരു കോപ്പി, അതിലെന്താണ് കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻസും ക്ലോസസും ഒക്കെ അടങ്ങി രണ്ടിലും ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്നുള്ള റൈറ്റ് ഉണ്ട്? അതിൻ്റെ ഒരു കോപ്പി വേണമെന്ന് ഡിമാൻഡ് ചെയ്യാൻ റൈറ്റ് ഉണ്ട്. അവരങ്ങനെ ഡിമാൻഡ് ചെയ്താൽ കമ്പനി അത് കൊടുത്തിരിക്കും വേണം. സോ ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു ആസ്ക് ഫോർ എ കോപ്പി ഓഫ് ദി മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. They are entitled to inspect books of account of the company during business hours. അതുപോലെ അവർക്ക് എന്ത് ചെയ്യാം? ഒരു കമ്പനിയിൽ പോയിട്ട് ബിസിനസ് അവേഴ്സിൽ പോയിട്ട് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം നമ്മൾ നേരത്തെ ഫീച്ചേഴ്സിൽ പഠിച്ചു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ആ കമ്പനിയുടെ ഓണേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർ മുതലാളികളായതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ ഏതൊരു ബുക്സ് ഓഫ് അക്കൗണ്ടും എപ്പോൾ വേണമെങ്കിലും, വർക്കിംഗ് അവർ ആണെന്ന് മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും അവർക്ക് കമ്പനിയിൽ ചെന്നിട്ട് പരിശോധിക്കാനുള്ള റൈറ്റ് ഉണ്ട്. Then they are entitled to get copies of accounts and auditors report. അതുപോലെ ഇത് ചെക്ക് ചെയ്യാൻ മാത്രമല്ല അതിൻ്റെ വേണമെങ്കിൽ ഒരു കോപ്പി ഡിമാൻഡ് ചെയ്യാം. അതുപോലെ ഓഡിറ്റിങ്ങിന് വന്നിട്ടുണ്ടാകും ആളുടെ റിപ്പോർട്ട്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത ബുക്സ് ഓഫ് അക്കൗണ്ടുകളൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ള എക്സ്റ്റേണൽ ഒരു പാർട്ടി വന്നിട്ട് ചെക്ക് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മുടെ എംപ്ലോയീസ് തന്നെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുക കമ്പനിയിലത്തെ. അവർ അതിൽ മാൾ പ്രാക്ടീസ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് പുറത്തുള്ള ഒരു CA-കാരൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റുകാരൻ വന്നിട്ട് ചെക്ക് ചെയ്യും. അതിൻ്റെ റിപ്പോർട്ട് എന്നിട്ട് ഗവൺമെന്റിന് കൊടുക്കണം. അപ്പോൾ അതിൽ അധികം കള്ളത്തരങ്ങളൊന്നും അവിടുത്തെ എംപ്ലോയീസിന് കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കോപ്പി ഡിമാൻഡ് ചെയ്യാനുള്ള റൈറ്റും ആർക്കുണ്ട്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്ത ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെയും ഒരു കോപ്പി ഡിമാൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൻ്റെയും ഒരു കോപ്പി നമുക്ക് ഡിമാൻഡ് ചെയ്യാനായിട്ട് പറ്റും. Then they are entitled to apply for the post of the director. അതുപോലെ ബോർഡ് ഓഫ് ഡയറക്ടറിലെ മെമ്പർ ആവണമെങ്കിൽ അതിനും അപ്ലിക്കേഷന് ആർക്ക് കൊടുക്കാം? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. വേറെ ആർക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മെമ്പേഴ്സ് ആവാനായിട്ട് പറ്റില്ല. എനിക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിമാൻഡ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം?
എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിൽ ഒരു മെമ്പറായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞിട്ടില്ല, അടുത്ത സ്ലൈഡിൽ കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള റൈറ്റ്സ് ആയിട്ട് പറയുന്നത്. ഡിവിഡൻഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്, ബോണസ് ഷെയർ, അതുപോലെ റൈറ്റ് ഷെയർ, മെമ്മോറാണ്ടത്തിൻ്റെയും ആർട്ടിക്കിൾസിൻ്റെയും ഒരു കോപ്പി, ബുക്സ് ഓഫ് അക്കൗണ്ട് എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാം, അതിൻ്റെ ഒരു കോപ്പി ഡിമാൻഡ് ചെയ്യാം, ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും ഡിമാൻഡ് ചെയ്യാം. അതുപോലെ ഡയറക്ടർ ആവാനുള്ള അപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല, അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള റൈറ്റും ഉണ്ട്. നെക്സ്റ്റ് ഈസ് they have the right to inspect documents, registers, etc. ഒരു കമ്പനിയുടെ ഡോക്യുമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാനുള്ള സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇവർക്കുള്ളതെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡോക്യുമെന്റ്സും രജിസ്റ്റേഴ്സും ഒക്കെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ദേ ക്യാൻ ഇൻസ്പെക്ട് മിനിറ്റ്സ് ഓഫ് ദി ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിംഗിൽ പ്രിപ്പയർ ചെയ്യുന്ന മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ തീരുമാനമായത്, അത് എഴുതി വെക്കുന്ന ബുക്കാണ് മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത്. അതും ചെക്ക് ചെയ്യാനുള്ള ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. They can apply to the central government to call annual general meeting if default is made in calling annual general meeting by a company. അതായത് എല്ലാ കമ്പനികളും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടിയിരിക്കണം. അതായത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് അവർ കൺവീൻ ചെയ്യണം. അതിൽ ആ വർഷത്തിൽ കമ്പനിക്ക് ഉണ്ടായ നേട്ടങ്ങളെ കുറിച്ചിട്ടും ലോസസിനെ കുറിച്ചിട്ടും പ്രോഫിറ്റിനെ കുറിച്ചിട്ടും അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടും ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടും കൃത്യമായിട്ട് അവതരിപ്പിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി അങ്ങനെ ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് സെൻട്രൽ ഗവൺമെന്റിന് ഒരു പരാതി കൊടുക്കാം. അതായത് ഞാൻ ഇന്ന കമ്പനിയിൽ ഷെയർസ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ കമ്പനി ഇതുവരെ ഒരു ജനറൽ മീറ്റിംഗ് കൂടിയിട്ടില്ല, ഈ വർഷത്തെ ജനറൽ മീറ്റിംഗ് കൂടിയിട്ടില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് കൊടുത്താൽ സെൻട്രൽ ഗവൺമെന്റ് ആ കമ്പനിയോട് എന്ത് നടത്താൻ പറയും, ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യാനായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അപ്പോൾ അതിനുള്ള റൈറ്റ് ആർക്ക് മാത്രമല്ലോ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രം ഇതുപോലെ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തണം എന്നുള്ള ഡിമാൻഡ് വെക്കാനായിട്ടുള്ള റൈറ്റ് ഉള്ളത്. അതാണ് പറയുന്നത് they can apply to the central government to call annual general meeting if default is made in calling annual general meeting by a company. They can apply to the tribunal for the rectification of register of members. അതുപോലെ നമുക്ക് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആരൊക്കെയാണ് കമ്പനിയിലെ മെമ്പേഴ്സ് വന്ന് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ എന്തെങ്കിലും റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ട്രിബ്യൂണലിലേക്ക് അപ്ലിക്കേഷൻ ഫോം കൊടുക്കാനുമുള്ള റൈറ്റ് ആർക്ക് തന്നെയാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ എന്തെങ്കിലും ഒരു കറക്ഷൻ നടത്താനായിട്ടുണ്ടെങ്കിൽ അതിനും റിക്വസ്റ്റ് കൊടുക്കേണ്ടത് ആരാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. They have the right to file a case for the removal of any incompetent managerial person. നമ്മൾ നേരത്തെ പറഞ്ഞു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മെമ്പർ ആവാനായിട്ട് അപ്ലിക്കേഷൻ ഫോം കൊടുക്കാമെന്ന് പറഞ്ഞു. അതുകൂടാതെ ഇപ്പോൾ എനിക്ക് മെമ്പർ ആവാനൊന്നും താല്പര്യമില്ല, പക്ഷെ ഓൾറെഡി ആ ഡയറക്ടർ ബോർഡിലുള്ള ഒരാൾ ഇൻകോമ്പിറ്റൻ്റ് ആണ്, അത്രയ്ക്ക് കപ്പാസിറ്റി ഉള്ള എഫിഷ്യൻസി ഉള്ള ആളല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആളെ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനേജറിയൽ ഡിസിഷൻസ് എടുക്കുന്നത് അവരായിരിക്കും. അപ്പോൾ ഒരു കമ്പനിയുടെ സക്സസ് എന്ന് പറയുന്നത് അവരെടുക്കുന്ന ആ ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ഇൻകോമ്പിറ്റൻ്റ് ആയ കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണ് ആ പോസ്റ്റിൽ ഇരിക്കണമെന്ന് വെച്ചാൽ കമ്പനിക്ക് പല പ്രോബ്ലംസും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അവരെടുക്കുന്ന മാനേജർ ഡിസിഷൻസ് ഒന്നും അത്ര ആക്യുറേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കമ്പനി ആണെങ്കിൽ ഗ്രോത്ത് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എൻ്റെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അങ്ങനെ എന്തെങ്കിലും ഇൻകോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു മാനേജറൽ പേഴ്സൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ആളെ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാനുള്ള റൈറ്റും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിയുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞത് കൂടാതെ തന്നെ ഇതിൽ ഡോക്യുമെൻറ്റ്സും രജിസ്റ്റേഴ്സും ഇൻസ്പെക്ട് ചെയ്യാം, മിനിറ്റ്സ് ഇൻസ്പെക്ട് ചെയ്യാം, ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടിയിട്ടില്ലെങ്കിൽ അതിന് റിക്വസ്റ്റ് കൊടുക്കാം, അതുപോലെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. മാനേജറിയൽ പേഴ്സൺസിൽ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഏതെങ്കിലും ഒരു ഇൻകോമ്പിറ്റൻ്റ് ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ ആളെ റിമൂവ് ചെയ്യാനുള്ള കേസ് ഫയൽ ചെയ്യാനുള്ള റൈറ്റും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്ലൈഡിലെത്തിയും കൂടിയിട്ട് റൈറ്റ്സ് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. താങ്ക് യു.